ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി സങ്കടപ്പെട്ടുകൊണ്ട് നയനയുടെ അടുത്തേക്ക് വരിക. എന്നിട്ട് നയനയെ വന്ന് കുറേ നേരം നോക്കി നിൽക്കുക. ഈ സമയമാണെങ്കിൽ നയന ഉറങ്ങുന്ന പോലെ അഭിനയിക്കുക. അപ്പോഴത്തേക്കും ദേവയാനി എന്നൊരു ശബ്ദം ഉണ്ടാക്കുമത്. നമ്മുടെ നയന കണ്ണുറന്ന് നോക്കുക. അമ്മയോ, നിനക്കെന്താ പറ്റിയേ എന്ന് ചോദിക്കുക. എന്താണെന്നറിയില്ലമ്മേ, നല്ല തലവേദനയുണ്ട്. എന്നാൽ പിന്നെ ഇന്നത്തെ കാലത്ത് അസുഖങ്ങളൊന്നും അധികം വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ലെന്നറിയില്ലേ, ഹോസ്പിറ്റലിൽ പോയിക്കൂടെ? അതിൻ്റെ ഒന്നും ആവശ്യമില്ലമ്മേ, ഇത്തിരി കഴിഞ്ഞാൽ മാറിക്കോളും. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാ. ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള തലവേദനയാണെങ്കിൽ സൂക്ഷിക്കണം, അത് പല രോഗങ്ങൾക്കും കാരണമാവുന്നതാ. അതുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണ്ട. നിനക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, പെട്ടെന്ന് റെഡിയായി കാറി കയറി ഇരുന്നാൽ പോരെ. ആദർശ് അങ്ങോട്ട് കൊണ്ടുപോകില്ലേ, പിന്നെ എന്താ പ്രശ്നം എന്നും ദേവയാനി ചോദിക്കുക. അത് കേട്ടതും അതല്ലമ്മേ, എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകുന്ന ഇഷ്ടമല്ല. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നിട്ടാണ് വരുന്നത്. അതറിയാലോ, മരണത്തോട് മല്ലടിച്ച് എന്ത് ചെയ്യാനാ, പല രോഗങ്ങളും നമ്മളെ ഇഷ്ടമില്ലാത്തടത്തൊക്കെ എത്തിക്കും. അവിടെയൊക്കെ നമ്മൾ പോകേണ്ടി വരികയും ചെയ്യും. ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ പോയേ മതിയാകൂ എന്നും പറയുക. ഇത് കേട്ടതും എനിക്കിപ്പോൾ ഹോസ്പിറ്റലൊന്നും പോകണ്ടമ്മേ, ഈ തലവേദനയൊക്കെ ഞാൻ സഹിച്ചോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മ എന്താകുമൊന്നും വേണ്ട. എനിക്കെന്താ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിന്നെ വിളിച്ചുകൊണ്ട് വന്നത് ഞാനാണല്ലോ. അങ്ങനെയുള്ളപ്പോൾ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പഴി കേൾക്കേണ്ടി വരുന്നത് ഞാൻ തന്നെയാണ്. എന്നാ മസാല ചായ. അപ്പം നയന വേണ്ടായിരുന്നമ്മേ, അമ്മ എന്തിനാ ഇതൊക്കെ ഇട്ടേ? ഞാൻ നിനക്ക് വേണ്ടി ഇട്ടൊന്നുമല്ല, ആദർശിന് വേണ്ടി ഇട്ടതാ. പിന്നെ അവൻ കുടിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുണ്ടായിരുന്നാ നിനക്ക് കൊണ്ടത്, കുടിക്ക് എന്നും പറയാ ദേവയാനി. അത് കേട്ടതും നയന ചിരിച്ചുകൊണ്ട് അത് മേടിച്ച് കുടിക്കുക. ഈ സമയം മസാല ചായ കുടിച്ചാൽ മാറുന്ന രോഗമൊന്നുമല്ല ഇന്നത്തെ കാലത്തെ രോഗങ്ങൾ. അതുകൊണ്ട് എന്തായാലും ചെറുതായിട്ട് തോന്നിയാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ് എന്നൊക്കെ ദേവയാനി പറയുക. എനിക്ക് സാരമില്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുറച്ചു നേരം കിടന്നാൽ മാറും, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാം. ഇത് കേട്ടതും എന്തായാലും ഞാൻ പറഞ്ഞാലൊന്നും നീ അനുസരിക്കില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക. എന്നിട്ട് പകുതി ദൂരം ചെന്നിട്ട് ദേവയാനി തിരിഞ്ഞു നോക്കുക. ഈശ്വര, മോക്കൊരാപത്ത് സംഭവിക്കരുതേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോഴേക്കും നയന അത് കണ്ടതും ദേവയാനിയെ നോക്കുകയാണ്. അപ്പം ദേവയാനി പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് അങ്ങോട്ട് പോവുകയും ചെയ്തു. എന്തോ അമ്മയുടെ മനസ്സിലുണ്ട്, പക്ഷെ എന്താണെന്ന് അമ്മ പറയുന്നില്ല. അമ്മയുടെ മനസ്സിലുള്ള സ്നേഹം എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണം. അതിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഇങ്ങനെയുള്ള അഭിനയങ്ങൾ. ഞാൻ അസുഖം പിടിച്ച് കിടക്കുകയാണെങ്കിൽ അമ്മയുടെ പ്രതികരണം എങ്ങനെയാണെന്ന് അറിയാൻ പറ്റും. അങ്ങനെ അറിയുമ്പോൾ, അങ്ങനെ അത് ചെയ്യുമ്പോൾ അമ്മയുടെ മനസ്സിലെന്താണെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടും ആലോചിച്ചുകൊണ്ടും ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നയന ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്ന മുത്തശ്ശി ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവേനെ അങ്ങോട്ട് ചെല്ലുക. അമ്മേ, ഇന്നത്തെ കാലത്ത് രോഗങ്ങൾ വന്നാൽ ഹോസ്പിറ്റലിൽ പോകണം, അല്ലാതെ വീട്ടിൽ വാശി പിടിച്ചിരുന്നാൽ രോഗം നമ്മളെയും കൊണ്ടങ്ങ് പോകും. നീ ആരെക്കുറിച്ചാണ് ദേവയാനി പറയുന്നേ? വേറെ ആര്? അമ്മയുടെ കൊച്ചുമോൻ്റെ ഭാര്യയോട്, അല്ലാതെ ആരോടാ? എന്താ ഡൈനമോൾക്ക് എന്താ പറ്റിയേ? അവൾക്ക് നല്ല തലവേദന ഉണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞിട്ട് അതിന് കഴിയില്ല. ഇത് വല്ലാത്തൊരു കഷ്ടമാണല്ലോ. അവളെ വിളിച്ചുകൊണ്ടുവന്നത് ഞാനാ. ഇക്കണക്കിന് അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വേണം സമാധാനം പറയാൻ. അത് കേട്ടതും അങ്ങനെയൊന്നുമില്ല, മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും മോളുടെ ഭർത്താവ് കൊണ്ടുപോകുന്ന മോൾക്ക് നന്നായിട്ട്, മോളുടെ വീട്ടുകാർക്കും മോക്കും ഒക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ നമ്മളെന്തുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാതെ പോകരുത്? എന്തായാലും നമുക്ക് മോളോട് ചോദിക്കാം. ഞാൻ അവളോട് പറഞ്ഞതാ, കേൾക്കുന്നില്ലല്ലോ, അവൾക്ക് വാശിയല്ലേ. അതെങ്ങനെയാ? അനുസരണമെന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ ശരിയാവും? എത്രയൊക്കെ പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഹോസ്പിറ്റലിൽ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുക. തലവേദനയാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടും കേൾക്കാൻ കഴിയില്ല. ഇപ്പോഴൊക്കെ നിങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകണം മോളെ. അതെന്തിനാമേ? എനിക്ക് അസുഖം ഉണ്ടായ ഹോസ്പിറ്റലിൽ പോകുന്നത് എനിക്കൊരു ഓപ്പറേഷൻ കഴിഞ്ഞുകൊണ്ടാണ്. നയനയ്ക്ക് എന്താ? നയന മോൾക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. അതെന്താ, നയനയ്ക്ക് എന്തോ ഓപ്പറേഷനാണ് കഴിഞ്ഞത് എന്നും ദേവയാനി അറിയാത്ത പോലെ ചോദിക്കുക. അത് അങ്ങനെയൊന്നുമില്ല മോളെ, ഓപ്പറേഷൻ കഴിഞ്ഞ പോലെയൊക്കെയാ എന്നാ ഞാൻ ഉദ്ദേശിച്ചത്. മോൾ ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ എന്തെങ്കിലും കഷായം ഉണ്ടാക്കി കൊടുക്കണം, അതെങ്കിലും കുടിക്കട്ടെ. കഷായമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം, അത് അവൾ കുടിച്ചാൽ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് കഷായം കുടിച്ചാലൊന്നും മാറുന്ന രോഗമല്ല ഈ പോടി നടക്കുന്നത്, അത് മനസ്സിലാക്കിക്കോ എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി അങ്ങ് പോവുക. ഈശ്വര, നയനമോൾക്ക് എന്താ സംഭവിച്ചേ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. ഒരബദ്ധം വരാതിരുന്നാൽ മതിയായിരുന്നു. നയനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ സഹിക്കില്ല ഞങ്ങൾക്ക് ആർക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നന്ദുവിനെയാണ്. നന്ദു ആകെ ഇതായിട്ടിരിക്കുക. അപ്പോഴേക്കും കൂട്ടുകാരന്മാർ, എടി നാളെ നീ പോവുമല്ലേ, അതിൻ്റെ ഒരു ഫീലിംഗ് ഞങ്ങൾക്കുണ്ട്. കാരണം ഇത്രയും നാളും ഞങ്ങളുടെ കൂടെ കൂട്ടുകൂടി നടന്നിട്ട്
അവസാനം പെട്ടെന്ന് ഞങ്ങൾ 3 പേരിലൊരാൾ പിരിഞ്ഞു പോകുമ്പോൾ അത് വല്ലാത്ത സങ്കടം തന്നെയാണ് എന്നൊക്കെ പറയാം. പിന്നെ നീ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ പോകുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട് SI ആണെന്ന് പറയാൻ ഞങ്ങൾക്ക് അഭിമാനം. എന്തായാലും നീ പോയിട്ടൊക്കെ വാ, അത് കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് കാണണം. നീ SI ആയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് വരുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ എന്നൊക്കെ പറയാം. അത് കേട്ടതും അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഞാൻ SI ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നിയമത്തിന് ഇത് വിട്ട് ഞാൻ ഒന്നും ചെയ്യില്ല. നിയമം എങ്ങനെയാണോ അതുപോലെ തന്നെ നീയൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാലും എടുത്ത് ലോക്കപ്പിലിട്ട് ചാമ്പും ഞാൻ എന്നൊക്കെ നമ്മുടെ നന്ദു. അതൊക്കെ ഞങ്ങൾക്കറിയാം. എന്തായാലും ഇപ്പം ഞങ്ങൾക്ക് ചെറിയൊരു സന്തോഷമുണ്ട്. എന്തൊക്കെയായാലും ഞങ്ങളുടെ ഫ്രണ്ട് ഒരു SI ആണെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു നല്ല ഇതല്ലേ എന്നൊക്കെ പറയുകയാണ്. ഈ സമയമാണെങ്കിൽ നമ്മുടെ നന്ദു ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അനി വരികയാണ്. അനിയെ കണ്ടത് കൂട്ടുകാരന്മാർ, നിന്റെ കാമുകം വരുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറയില്ല, നീ SI ആയിട്ട് വാ, അപ്പം ഞങ്ങൾ അങ്ങനെയൊന്നും പറയില്ല നിന്റെ ഇടി പേടിച്ചിട്ട്. പക്ഷേ ഇപ്പം പറയും. ഇപ്പം ഞങ്ങൾ പറയേണ്ടത് മുഴുവനും പറയും. കാരണം അതിനുള്ള അർഹത നിനക്കും അവനും ഉണ്ട്. കാരണം അവൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നത് നിന്നെയായിരുന്നു, അല്ലാതെ അനാമികയല്ലായിരുന്നു. മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അനി എടാ നീ എപ്പോൾ വന്നു? ഞങ്ങൾ കുറച്ച് നേരമായി ഇവിടെ വന്നിരിക്കുന്നു. നാളെ ഇവള് പോകുമല്ലേ, അതുകൊണ്ട് ഇവളെ കാണാമെന്ന് കരുതി. നീയോ അങ്ങനെ തന്നെ വന്നാണോ? അതെ, ഞാനും അതിന് തന്നെ വന്നതാ. ഇനിയിപ്പോൾ അത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റില്ലല്ലോ നന്ദുവിനെ. കാക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ തീരെ കാണാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയമാണെങ്കിൽ എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞങ്ങൾ പോയിട്ട് വരാം. അയ്യോ, നിങ്ങളെന്തിനാ പോകുന്നേ? ഞങ്ങളിവിടെ നാളെ പിന്നെ കണ്ടോളാം, നീ പോയിട്ട് വാ, നീ സംസാരിക്കുക. എന്തായാലും നീ ഇവളെ കാണാൻ വന്നതല്ലേ, ഞങ്ങൾ മാറിത്തരാം എന്നും പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുക. അപ്പോൾ നന്ദു, എന്താ നീ? ഒന്നുമില്ല നന്ദു, നന്ദുവിനെ കാണുമ്പോഴാണ് ഒരാശ്വാസം. നാളെ പോവുകയല്ലേ? പോവാനേ, അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടക്കുമെന്നറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത്. ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും എന്ന് എനിക്കറിയായിരുന്നു, അതുകൊണ്ട് വന്നതാ എന്നൊക്കെ പറയാണ്. അവന്മാർ കുറേ ഇല്ല കഥകളൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പോയിക്കോട്ടെ. അങ്ങനെയൊന്നും കരുതണ്ട. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും നഷ്ടപ്പെട്ടു. അനാമിക എന്ന് പറയുന്ന ഒരുത്തിയുടെ കഴുത്തിൽ താലി കെട്ടിയതോടുകൂടി തന്നെ അവളെൻ്റെ തലയിലായതോടുകൂടെ എൻ്റെ എല്ലാ സന്തോഷവും സമാധാനവും ഇല്ലാതായി നന്ദു എന്നൊക്കെ പറയാം. എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ നിന്നെ കാണാൻ ഇവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ടാ, നിൻ്റെ അവസ്ഥ അറിഞ്ഞിട്ടാ. പക്ഷേ ആ അവസ്ഥ അറിഞ്ഞിട്ട് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നീ ആ അവസരം മുതലെടുക്കരുത്. ഞാൻ എന്ത് മുതലെടുത്തു എന്ന് നന്ദു നീ പറയുന്നേ? എനിക്ക് ജീവന നീ എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അനാമിക ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല നന്ദു. കാരണം അവൾ നല്ലൊരു ഭാര്യയല്ല. സ്വത്തിനും പണത്തിനും വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എത്ര വലിയ ദുഷ്ടത്തെയാണെങ്കിലും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ചില പെൺകുട്ടികൾ ഭർത്താക്കന്മാരുടെ മനസ്സിൽ കയറി പറ്റാറുണ്ട്. അവരുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാറുണ്ട്, അവരെ സ്നേഹിക്കാറുണ്ട്. എന്ന അനാമിക എന്ന് പറയുന്നവൾക്ക് അതിനെക്കൊണ്ടൊന്നും കഴിയില്ല. പണത്തിന് വേണ്ടി മാത്രം അവൾ ജീവിക്കുന്നത്. അവളുടെ അച്ഛനും അമ്മയും കൂടെ ഞങ്ങൾക്ക് വേണ്ടി ഒരു കാറ് വാങ്ങിത്തന്നു. ആ കാർ അവരുടെ വീടിൻ്റെ വാതിക്കലിടണമെന്ന് മുത്തശ്ശൻ പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഞാനവിടെ ചെല്ലുമ്പോൾ ആ കാറ് കണ്ടിട്ടില്ല. പിന്നെ ഞങ്ങളെ കാണിക്കാൻ വേണ്ടിയാണോ എന്നറിയില്ല, വലിയൊരു പ്ലോട്ട് മേടിച്ചിട്ട് ആ പ്ലോട്ട് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞു. പിന്നെ ഇതുവരെ ആ പ്ലോട്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടുന്നതും കേട്ടിട്ടില്ല. ഇതൊക്കെ വെറുതെ പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലേ നന്ദു? നിങ്ങൾക്ക് എന്തിനാ നീ സ്വത്തും പണമൊക്കെ? അതൊക്കെ എനിക്കറിയാം. സ്വത്തും പണമൊന്നും ഇല്ലാതെ പാവപ്പെട്ട വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ആ പെൺകുട്ടി വരുമ്പോൾ ഒരഹങ്കാരവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഈ പണമുള്ളവരോടൊന്നും വലിയ താല്പര്യമില്ല നന്ദു. ഇനി അനാമികയ്ക്ക് പണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് അവിടെ ഈ ജന്മത്തെ സ്നേഹിക്കാൻ കഴിയില്ല. ഒരു മുറിയിൽ ജീവിക്കുന്ന 2 ഭാര്യ ഭർത്താക്കന്മാർ, ഒരു മുറിയിൽ ജീവിക്കുന്ന 2ആയി വേർപിരിഞ്ഞ് കഴിയുന്ന ഭാര്യയും ഭർത്താവും, അത്രയേ ഉള്ളൂ എന്ന് ഞങ്ങളുടെ ബന്ധം എന്നും പറയണം. അത് കേട്ടതും സാരമില്ല നീ, അതൊക്കെ ശരിയാവും. നമ്മളിങ്ങനെ കാണുന്നത് സംസാരിക്കുന്നതൊക്കെയല്ലേ അവളുടെ പ്രശ്നം. ഞാൻ നിൻ്റെ ജീവിതത്തിലില്ലായിരുന്നെങ്കിൽ അനാമിക പ്രശ്നം ഉണ്ടാക്കില്ലായിരുന്നല്ലോ. നീ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനാമിക മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി തന്നെയായിരുന്നു. ഏട്ടൻ്റെ പാത പിന്തുടർന്ന് എനിക്ക് ഒരു പെൺകുട്ടികളോടും ഇഷ്ടം തോന്നിയിട്ടില്ല. പക്ഷേ നിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത്. നിന്നെ കണ്ടപ്പോൾ എനിക്കെന്തോ പ്രത്യേകം ഒരു ഇഷ്ടമാണ് തോന്നിയത്. നീ എനിക്കുള്ളതാണെന്നും
ഞാൻ നിൻ്റേതാണെന്നും ഒക്കെ ഒക്കെ എൻ്റെ മനസ്സ് പറഞ്ഞു. അങ്ങനെ ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവൾ കയറി വന്നത്, ആ അനാമിക എല്ലാം നശിപ്പിക്കാനായിട്ട്. എന്ത് ചെയ്യാനാ, അതോടുകൂടെ എല്ലാം നശിച്ചു. എനിക്കുണ്ടായിരുന്ന സന്തോഷവും സമാധാനവും ഒക്കെ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനി ഇങ്ങനെ സങ്കടപ്പെടുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനി. എനിക്കും നീ പറഞ്ഞതുപോലെ തന്നെയാണ്, അധികം ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടിക്കാലം മുതലേ ആൺപിള്ളേരോട് മാത്രം കൂട്ടുകൂടുന്ന എൻ്റെ മനസ്സ് ഇതുവരെയും പരിധി വിട്ട് പോയിട്ടില്ല. മറ്റാൺകുട്ടികളോടൊന്നും ഇഷ്ടം തോന്നിയിട്ടുമില്ല. എന്നാൽ നിൻ്റെ കാര്യം, ആ കാര്യത്തിൽ നീ എൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തി. നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ അനാമികയുമായിട്ട് നിൻ്റെ കല്യാണം കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുക. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനാമിക അവിടെ കാറിൽ വന്നതെന്നെല്ലാം കാണുക. രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. ഇവളോട് അനിയെ കാണരുതെന്ന് പറഞ്ഞാലും ഇവൾ കാണും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വണ്ടി ഭയങ്കര സ്പീഡിൽ അനാമിക പോവുകയാണ്. ഈ സമയമാണെങ്കിൽ അനി, ഞാൻ നിനക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്. എന്ത് ഗിഫ്റ്റാണ് അനി? അതൊക്കെയുണ്ട്. നീ SI ടെസ്റ്റിന് പാസ്സായപ്പോഴും ഞാനത് മേടിച്ചു വെച്ചായിരുന്നു. പണിയിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. എന്തായാലും നീ ഇത് മേടിക്കണം. എന്താ അത്? ഒരു മോതിരം, സ്വർണ്ണ മോതിരം. എന്തിനാ നീ ഇങ്ങനെ സ്വർണ്ണമൊക്കെ മേടിക്കാൻ പോയേ? അതും സ്വർണത്തിന് ഇത്രയും വിലയുള്ള ഈ സമയത്ത്? അതൊന്നും സാരമില്ല, സ്വർണ്ണക്കടക്കാർക്ക് എന്ത് വില. എന്തായാലും നിനക്ക് ഈ സമ്മാനം തരണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഞാൻ എൻ്റെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് പണിയിപ്പിച്ചതാണ്. നീ ഇത് കയ്യിലണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിൻ്റെ കയ്യിൽ അണിഞ്ഞു തരണമെന്നുണ്ട്. പക്ഷെ നീ അത് സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാൽ നീ ഇത് മേടിക്കണം. എനിക്ക് വേണ്ട നീ അങ്ങനെ പറയരുത് നന്ദു. നീ മേടിച്ചില്ലെങ്കിൽ എനിക്കത് ഭയങ്കര സങ്കടമാവും. മേടിക്കും നന്ദു എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി സങ്കടത്തോടെ ആ മോതിരം വെച്ച് നീട്ടുക. ഈ സമയം നീ ഇത് മേടിച്ചില്ലെങ്കിൽ ഞാൻ ഒരുപാട് വിഷമിക്കും. നീ വരുന്നത് വരെ എനിക്ക് സങ്കടം തീരില്ല നന്ദു. അപ്പോൾ നന്ദു ആ മോതിരം മേടിക്കുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ അനി സന്തോഷമായി, സമാധാനമായി. ഇനിയെങ്കിലും നിന്നെ കാണണമെന്ന് തോന്നുമ്പോൾ എനിക്ക് അങ്ങോട്ട് വരാമല്ലോ. അതൊന്നും വേണ്ട. എന്നാൽ നീ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമോ? വിളിക്കാം. സമയം കിട്ടുവാണെങ്കിൽ വിളിക്കാം. വിളി വന്നില്ലെങ്കിലേ ഞാൻ നിന്നെ കാണാൻ അങ്ങോട്ടേക്ക് വരും. അവിടെ വന്ന് കാണുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ എന്നും അനി അത് കേട്ടതും, വേണ്ട അനി, വെറുതെ എന്തിനാ പ്രശ്നങ്ങൾ? എന്നാൽ ഞാനങ്ങോട്ട്. ശരി. അങ്ങനെ നന്ദുവും പോയി, അനിയും പോയി. ഈ സമയം പിന്നീട് നയനയാണ് കാണിക്കുന്നത്. ആദർശ് വന്നു. നയനെ, ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല ആദർശേട്ടാ. എന്നാ വാ, ഹോസ്പിറ്റലിൽ പോവാം. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാത്തതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുക. എനിക്ക് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, എൻ്റെ വീട്ടിലേക്ക് പോയാൽ മതി. അതെന്തിനാ വീട്ടിലേക്ക് പോകുന്നേ? അസുഖം വന്നാൽ ചികിത്സിക്കുന്ന ഇടമാണോ നിൻ്റെ വീട്? അവിടെ പോയാൽ എല്ലാ അസുഖം മാറുമോ? അതല്ല ആദർശേട്ടാ, എനിക്ക് അമ്മയുമായിട്ടൊന്ന് ക്ഷേത്രത്തിൽ പോകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അവിടെ വെച്ച് എന്തെങ്കിലും അസ്വസ്ഥത വരികയാണെങ്കിൽ നമുക്ക് ആശുപത്രി പോവാം. അത് കേട്ടതും, എന്നാൽ ശരി, നീ റെഡിയാവും, ഞാൻ പോയി അമ്മയോട് പറഞ്ഞിട്ട് വരാം. അത് കേട്ടതും, ഈശ്വര, അമ്മ വിടുവോ? അതൊക്കെ വിടും. അമ്മയ്ക്ക് നിന്നെ കാണുന്നത് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാലും അമ്മക്ക് സമ്മതിക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സങ്കടപ്പെടുമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും മിണ്ടാത്തത് എന്നൊക്കെ പറയാണ്. ഇത് കേട്ടതും, എന്നാൽ ശരി, ഞാൻ റെഡിയായിട്ട് വരാം ആദർശേട്ടെന്ന് പറഞ്ഞുകൊണ്ട് നയന റെഡി ആവാനായിട്ട് പോയി. ഈ സമയം പിന്നീട് നന്ദുവിനെയാണ് കാണിക്കുന്നത്. അനി ആ മോതിരം കൊടുത്തതെടുത്ത് നോക്കുക. നന്ദു, എന്തൊരു ഭംഗിയാ! എൻ്റെ മനസ്സും എൻ്റെ കൈവിരലും അളന്ന് മേടിച്ചതുപോലെയുണ്ട്. അവന് കൃത്യമായിട്ട് എൻ്റെ അളവറിയാം. സത്യമാണ് നീ പറഞ്ഞത്. നീ എൻ്റെ അരികിലേക്ക് വരുമ്പോൾ എൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നുണ്ട്. കൂടുന്ന ഒരു ഇത് എനിക്കറിയാൻ പറ്റുന്നുണ്ട്. ആ ഫീൽ നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഹൃദയങ്ങൾ തമ്മിൽ അത്ര അടുത്തതുകൊണ്ടാണ്. അത് ആരോട് പറഞ്ഞാലും ആർക്കും മനസ്സിലാവില്ല. എനിക്ക് ഈ മോതിരം ഒരുപാട് ഇഷ്ടമാണ്. സൂക്ഷിക്കും ഞാനിത്, ഒരുപാട് കാലം സൂക്ഷിക്കും, എൻ്റെ മരണം വരെ സൂക്ഷിക്കും എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ആ മോതിരം പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കനക നന്ദുട്ടാ എന്നും പറഞ്ഞു വരിക. ഈ സമയം പെട്ടെന്ന് നന്ദു മോതിരം ഇങ്ങനെ ചുരുട്ടി പിടിക്കുക. നന്ദുട്ടാ, എന്താ അമ്മേ, നാളെ പോകാനുള്ളതല്ലേ? സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കും. മോൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെങ്കിൽ അതൊക്കെ പറഞ്ഞോ. എല്ലാം അമ്മ എടുത്തു വയ്ക്കുന്നുണ്ട്. എന്താടാ കയ്യിൽ? ഒന്നുമില്ലമ്മേ. കാണിക്ക് നോക്കട്ടെ. അപ്പോൾ നന്ദു കാണിച്ചു കൊടുക്കുക. എന്താ മോളെ ഇത് സ്വർണ്ണമോതിരമാണല്ലോ, ഇതാരാ തന്നെ? അത് എൻ്റെ കൂട്ടുകാർ തന്നാമ്മേ. ആര്? രാകേഷും അവനോ? അതെ, രാകേഷ് തന്നാമ്മേ. ചേടാ, സ്വർണത്തിന് ഇന്നത്തെ കാലത്ത് എന്തൊരു വിലയാ! പൊള്ളുന്ന വില വെച്ചോണ്ട് അവന്മാർ ഇങ്ങനെയൊക്കെ മേടിച്ചു തന്ന മോളെ. അത് പിന്നെ നാളെ ഞാൻ പോവുമല്ലേ അമ്മേ, അതുകൊണ്ട് അവർക്കൊക്കെ നല്ല സങ്കടമുണ്ട്. ഞാൻ ഇത്രയും നാൾ അവരോടൊപ്പം കൂട്ടുകൂടി നടന്നതല്ലേ. കൂട്ടുകാരായി എങ്ങനെ ഇരിക്കണം.
ആത്മാർത്ഥതയുള്ള ഫ്രണ്ട്സാണ് മോളെ നിനക്കുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അല്ല, ചില ഫ്രണ്ട്സുകളുണ്ട്, അവർക്ക് വന്നിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശും പണവും മാത്രം മതി. കാശില്ലാന്നെങ്ങാനും പറഞ്ഞാൽ പിന്നെ ആ കൂട്ടുകെട്ട് അങ്ങ് ഒഴിവാക്കി അവരൊഴിഞ്ഞു മാറും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. നിനക്ക് കാശില്ലാന്ന് അറിഞ്ഞിട്ടും നിൻ്റെ കൂടെ നിൽക്കുന്ന നിൻ്റെ കൂട്ടുകാർ നിൻ്റെ ഭാഗ്യം മോളെ. പിന്നെ അനി നിനക്ക് ഗിഫ്റ്റൊന്നും തന്നില്ലേ? ഏയ് ഇല്ലമ്മേ. എന്നാൽ ഇനി തരും. അതുകൊണ്ട് അങ്ങനെ കൊണ്ട് തന്നാലും മേടിക്കൊന്നും വേണ്ട കേട്ടല്ലോ. ശരി അമ്മേ, ഞാൻ മേടിക്കില്ല എന്നും നന്ദു പറയുക. ഈ സമയമാണെങ്കിൽ നമ്മുടെ കനക ഇങ്ങനെ നോക്കണം മോളെ. നാളെ പോകാനുള്ളതാ കേട്ടല്ലോ, എല്ലാം റെഡിയാക്കിക്കോ. ശരി അമ്മേ. അങ്ങനെ കനക അങ്ങ് പോയി. അനി എനിക്ക് സമ്മാനം തന്നു കഴിഞ്ഞു അമ്മേ. അവൻ്റെ ഹൃദയമാണ് എനിക്ക് സമ്മാനമായിട്ട് തന്നത്. പക്ഷേ അതൊരിക്കലും എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയോ സ്വീകരിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്നാലും ഈ മോതിരം എൻ്റെ എല്ലാമാ എന്നും പറഞ്ഞുകൊണ്ട് ആ മോതിരത്തിലൊരു ഉമ്മ കൊടുത്തുകൊണ്ട് നന്ദു ഇങ്ങനെ നിൽക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.